Hi, welcome back to Weekly Outlook. നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് എൻട്രി ചാൻസ് കിട്ടാനുള്ള സപ്ലൈ സോൺസ് ആൻഡ് ഡിമാൻഡ് സോൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് GBP CHF ആണ്. GBP CHF ൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണും ഈ ഒരു സപ്ലൈ സോണും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ എത്തിയതിനു ശേഷം ഈ ഒരു സോണിൽ ടാപ്പ് ആയതിനു ശേഷം നമുക്കൊരു 5 മിനിറ്റിലോ 15 മിനിറ്റിലോ 30 മിനിറ്റിലോ 1 അവറിലോ ഒക്കെ ആയിട്ട് നമുക്ക് കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കാവുന്നതാണ്. ഈ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺഫർമേഷൻസ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവൻ 2 hour ബേസ് ചെയ്തിട്ടുള്ള എൻട്രീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 hour ആയിക്കോട്ടെ 4 hour ആയിക്കോട്ടെ ഇങ്ങനത്തെ ഹൈ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന സപ്ലൈ സോൺസ് ആൻഡ് ഡിമാൻഡ് സോൺസിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 5 മിനിറ്റിൽ 15 മിനിറ്റ് 30 മിനിറ്റ് 1 അവറിലൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി ആവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിമാൻഡ് സോണിലും ഈ ഒരു സപ്ലൈ സോണിലും നിങ്ങൾക്ക് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്ലൈ സോൺ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രയും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP USD ആണ്. GBP USD നമുക്ക് ഈ ഒരു സോണും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് സപ്ലൈ സോൺസും നല്ല സോൺസ് തന്നെയാണ്. സോ ഈ ഒരു സോണിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഇൻ കേസ് ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു സോണിൽ കൂടെ നിങ്ങൾക്ക് കൺഫർമേഷൻസ് നോക്കിയിട്ട് സെല്ല് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NST CAD ആണ്. NST CAD ഓൾറെഡി ഈ ഒരു സപ്ലൈ സോണിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സെല്ല് നോക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് CAD JPY ആണ്. CAD JPY നമുക്ക് ഈ ഒരു സപ്ലൈ സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു സപ്ലൈ സോണിൽ നിന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് റിയാക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിമാൻഡ് സോൺ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ വരെ നിങ്ങൾക്ക് എൻട്രീസ് സെൽ എൻട്രീസ് നോക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് AUD JPY ആണ്. AUD JPY ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം. കാരണം ഈ ഒരു സോണ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് റിയാക്ട് ആയിട്ടുള്ളത്. സോ വീണ്ടും ഒരു കൺഫർമേഷൻ ഇപ്പോൾ 2 hour തന്നെ ഒരു കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു കൺഫർമേഷൻ സോൺ ആണ്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻസ് നോക്കിയിട്ട് എൻട്രി എടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP JPY ആണ്. GBP JPY നമുക്ക് ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു സപ്ലൈ സോൺ നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NST JPY ആണ്. NST JPY ഈ ഒരു സോണിന് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ബൈ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോണും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ഇപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത സപ്ലൈ സോൺസും ഡിമാൻഡ് സോൺസിനൊക്കെ പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി. റിസ്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് കുറച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. സോ പ്രോപ്പർ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ബ്ലൈൻഡ് ആയിട്ട് എൻട്രി എടുക്കരുത്. ഓവർ ലിവറേജ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പാടില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.